രാജ്യം കാത്തിരുന്ന അയോധ്യയിലെ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠ നടത്തി. 6 ദിവസം നീണ്ട പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷമാണ് ബാലരാമ വിഗ്രഹത്തിന് പ്രതിഷ്ഠ നടത്തിയത്. ഉച്ചയ്ക്ക് 12-ന് ശേഷമുള്ള അഭിജിത്ത് മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത്. ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകി. RSS മേധാവിക്കൊപ്പമാണ് മോദി ചടങ്ങിൽ പങ്കെടുത്തത്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 84 സെക്കൻഡ് നേരത്തോളം ചടങ്ങുകൾ നീണ്ടു. കാശിയിലെ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിൻ്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 8000 വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യമുണ്ടായി. 51 ഇഞ്ച് ഉയരമുള്ള കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത 3 അടി വീതിയുള്ള വിഗ്രഹമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠ നടത്തിയത്. 5 വയസ്സുകാരൻ്റെ രൂപത്തിലാണ് ശ്രീരാമ വിഗ്രഹം കൊത്തിയെടുത്തത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് രാജ്യത്തെ 50 പരമ്പരാഗത സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനി അരങ്ങേറി. ചടങ്ങിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് അയോധ്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി 10 ലക്ഷം മൺചിരാതുകൾ തിരിതെളിയും. പോലീസും കേന്ദ്രസേനകളും കനത്ത സുരക്ഷ ഉറപ്പാക്കുമ്പോഴും അയോധ്യ ആഘോഷത്തിമിർപ്പിലാണ്. രാമക്ഷേത്രത്തിൻ്റെ കവാടങ്ങളും പ്രധാന വീഥികളും പുഷ്പാലങ്കൃതമാണ്. പരിസരങ്ങളിലായി മഹാരാഷ്ട്രയിൽ നിന്നെത്തിച്ച 7500 പൂച്ചെടികൾ നട്ടു. നഗരവീഥികളിലെങ്ങും കൊട്ടും പാട്ടും കലാപരിപാടികളും. തീർത്ഥാടകർക്ക് പലയിടത്തും സൗജന്യ ഭക്ഷണവും നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മല്ലു 1.